ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോഴേ ഈ ഒരു ചിരവ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് മീഷോന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ മീഷോന്നാട്ടോ. നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് ഇട്ടോ. ഇതുപോലുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഒരുപാടുണ്ട് മീഷോയിൽ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പതിയെ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ചിരവിനെ കുറിച്ച് പറയാം. നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ചിരവായിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത് എന്നുള്ളത്. പിന്നെ അതാ ഇതിന്റെ ബ്ലേഡ് ആണെങ്കിലും നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് കേട്ടോ. ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെതും അതുപോലെ സ്റ്റീലിൽ വരുന്നതൊക്കെ മീഷോയിലുണ്ട് കേട്ടോ ചിരവ. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു വുഡൻ്റെതാണ്. ഇതുപോലെ ഈ ഒരു കവറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലേഡിന്റെ മേലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് ഉപയോഗിക്കുക വെച്ചാൽ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ചിരവി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വെക്കാനും സുഖമാണ്. ആ ഒരു പ്ലേസ് അങ്ങനെ എന്താ പറയാ, ഒരു ചിരവയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാതെ നമ്മുടെ ആവശ്യത്തിന് സ്റ്റോർ റൂമിലൊക്കെ എടുത്തിട്ട് തേങ്ങ ചിരവിട്ട് തിരിച്ചെടുത്ത് വെക്കാൻ പാകത്തിനാണ് ഈ ചിരവ വരുന്നത്. അപ്പം ഇതിന്റെ പ്രൈസ് 253 രൂപയാണ്. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എന്തുകൊണ്ട് നമുക്ക് എന്താ പറയാ, അത്രയും ഉപകാരമുള്ള പ്രൊഡക്റ്റുമാണ്, അതുപോലെ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മഗ്ഗാണ്. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള അത്യാവശ്യം നല്ല സൈസിലും വരുന്ന, അതായത് ഇതിൽ 640 ml ആണ് കേട്ടോ ഇതിന്റെ കപ്പാസിറ്റി. അപ്പൊ അത്യാവശ്യം ഒരു സൈസ് വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുന്ന ഒരു മഗ്ഗാണ്. സ്റ്റീലിന്റെ തന്നെയാണ് വരുന്നത്. നല്ല വെയിറ്റുള്ള സ്റ്റീലിലാണ് വരുന്നത്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ അത് കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് എന്താ പറയാ, പെട്ടെന്നുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു മഗ്ഗാണ്. നമുക്കിത് ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലോ ഇനി അതല്ല ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വെക്കാൻ പാകത്തിനാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 255 രൂപയാണ്. ആ ഒരു പ്രൈസിന് വേർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ നാട്ടിലേക്കും പറയാതിന്. നമുക്ക് സ്റ്റീമർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സ്റ്റീമറിന്റെ ആ ഒരു സ്റ്റാൻഡിൽ ഇട്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇഡ്ഡലി തട്ടായിട്ട് വരുന്നതാണ്. അപ്പൊ അതിന്റെ ലിഡ് ഇങ്ങനെയാണ്, സ്റ്റീൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇഡ്ഡലി ആ ഒരു തട്ടുണ്ടല്ലോ, ആ ഒരു മോൾഡ് ഇതുപോലെ ഉണ്ട് വരുന്നത്. 2 സ്റ്റാൻഡായിട്ടാണുള്ളത്. പിന്നെ അതിന്റെ ബേസ്, അതായത് ആ ഒരു പോട്ട് വരുന്നത് ഇങ്ങനെയാണ്. പോട്ട് നമുക്ക് കുക്കിംഗ് പോട്ടായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും വെയിറ്റുള്ള സ്റ്റീലിലല്ല, ഒരു നോർമൽ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സ്റ്റീലിലാണ് വരിക. അപ്പൊ അത് കുക്കിംഗ് പോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ ഈ ഒരു ഇഡ്ഡലി തട്ട് എന്നാട്ട് നമ്മൾ പറയാം. ഇഡ്ഡലി തട്ട് ഇങ്ങനെ വരുന്നത് 2 എണ്ണമായിട്ടാണ്. അത് നമ്മൾ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം ഇതിന്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്താല് അങ്ങനെ യൂസ് ചെയ്യുക. ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇതിട്ട് കൊടുത്തോളണമെന്നില്ല കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യട്ടെ. അപ്പോൾ ഒരേ ടൈമിൽ 8 ഇഡ്ഡലി വരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി അത്യാവശ്യം വലിപ്പത്തിലുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ കഴിയുന്നതും. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 386 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ 2 ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൈ ചൂടാവാതെ ഇഡ്ഡലി എന്താ പറയാ പുറത്തേക്ക് എടുക്കാനും ഒക്കെ യൂസ്ഫുൾ ആണ്. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ അടുത്ത പ്രൊഡക്റ്റ് ഇത് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതെന്താന്ന് മനസ്സിലായോ? ഇതെന്താന്ന് വെച്ചാല് നമുക്ക് തേങ്ങ, അതായത് പൊളിച്ചെടുത്ത തേങ്ങ നമ്മൾ പൊട്ടിക്കല്ലോ, സാധാരണ നമ്മൾ കത്തി വെച്ചിട്ടല്ല പൊട്ടിക്കുക. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സംഭവമില്ല, അതിന്റെ മേലെ വെച്ചിട്ട് തേങ്ങ നമ്മൾ അങ്ങോട്ട് തച്ച് പൊട്ടിക്കാണ്ട് ചെയ്യുക. അതായത് നല്ല ശക്തിയിൽ അതിന്റെ മേലേക്ക് ഇങ്ങനെ ഇടിക്കുമ്പോൾ തേങ്ങ ജസ്റ്റ് ഓപ്പൺ ആയി വന്നോളും. അപ്പൊ തേങ്ങ ഓപ്പൺ ആയി വരുന്ന ടൈമിൽ അതിന്റെ വെള്ളം ഈ ഒരു പ്ലേറ്റിലും അങ്ങ് കിടന്നോളൂ കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഈ ഒരു എന്താ പറയാ, ഈ ഒരു ബ്ലേഡ്, ഈ സംഭവം ഉണ്ടല്ലോ, ഇതെന്താന്ന് വെച്ചാൽ പൊളിച്ചതിന് ശേഷം തേങ്ങ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത് എനിക്കറിയില്ല. അപ്പം അതിന്റെ പ്രൈസ് 170 രൂപയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു എന്താ പറയാ 2 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. ഓർഗനൈസർ ആണ്, മൾട്ടി പർപ്പസ് യൂസേജ് ഉള്ള ഒരു ഓർഗനൈസർ ആണ്. അതായത് നമുക്ക് ഇതിൽ ടൂത്ത് ബ്രഷ് വേണമെങ്കിൽ ഇട്ട് വെക്കാം,
അതല്ല പെന്ന് പെൻസിൽ അങ്ങനെയുള്ള ഐറ്റംസ് വേണമെങ്കിൽ ഇട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റിമോട്ടൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ ഇട്ട് വെക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ മൾട്ടി പർപ്പസ് ആയുള്ള യൂസേജ് ഉള്ള 2 ഓർഗനൈസേഴ്സ് ആണ്. രണ്ടെണ്ണത്തിൽ സെറ്റാണ്. പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല 2 അടിപൊളി കളറിലാണ് വരുന്നത്. പിന്നെ ഇതുപോലെ സെൽഫ് അഡ്ഹസീവ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാൾ ചീത്താവാതെ നമുക്കിത് ഇതുപോലെ ജസ്റ്റ് ഹുക്ക് ചെയ്തിടാനും കഴിയും. അപ്പൊ ഇതിന്റെ പ്രൈസ് രണ്ടെണ്ണത്തിനും കൂടെ 85 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മൾ എന്നത്തെയും പോലെ തന്നെ സ്റ്റോറിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട്. ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു റൂമീസ് കളക്ഷൻസ്. അപ്പോൾ നമ്മളൊന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അബായ ഗൗണാണ്. അപ്പം ഇത് താഴെ വരെ ഓപ്പൺ ആണ് കേട്ടോ പോകുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ആണ് പോണത്. പിന്നെ ഇതാ സ്മോക്കി ഇലാസ്റ്റിക്കിൽ വരുന്ന സ്ലീവാണ്, ഫുൾ സ്ലീവ് ഉണ്ട്. ഞാനിതാ ജസ്റ്റ് ഇതുപോലെ മേലോട്ടൊന്ന് വലിച്ചിട്ടിട്ട് അങ്ങനെയാണ് വെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഓപ്പൺ വേണമെന്ന് വെച്ചാൽ ജീൻസിലേക്കൊക്കെ വെയർ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു അബായ രീതിയിലാണെന്ന് വെച്ചാൽ ക്ലോസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 2 ഭാഗത്തും ഇതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ടൈ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് XXL വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ സൈസ് XL-ലാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് XXL-ലാണ് കേട്ടോ. അപ്പോൾ ലൂസ് ഫിറ്റിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ലൂസ് ഫിറ്റ് താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു ഡോറി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചാൽ ഷേപ്പായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ 56 ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ അത് അടുത്ത കളർ ഈ ഒരു വൈറ്റ് ആണ് കേട്ടോ. ഇതിനും അങ്ങനെ തന്നെ സ്മോക്കി ഇലാസ്റ്റിക്കിൽ സ്ലീവും, അതുപോലെ നെക്ക് വരുന്നത് ചൈനീസ് കോളറിലാണ് കേട്ടോ നെക്ക് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയായിട്ട് ഇരിക്കുന്നത്. ഈ വൈറ്റിൽ ഒരു പ്രിൻ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചുണ്ണി ഫാബ്രിക് അറിയാലോ, ഇമ്പോർട്ടൻറ്റ് ചുണ്ണി ഫാബ്രിക്കാണ്. നമുക്കിത് എത്ര കാലം വേണമെങ്കിലും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. സംസാരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, നല്ല തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. ഇനിയിപ്പോൾ അടുത്ത കളർ ഈ ഒരു ലെമൺ യെല്ലോ അല്ലെങ്കിൽ ലെമൺ ഗ്രീനോ, ഏതായി കളറ്, ലെമൺ ഗ്രീനാന്ന് തോന്നുന്നു അല്ലേ, ആ ഒരു കളറിലാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറൊക്കെ കാണാൻ. ഇതൊക്കെ വെയർ ചെയ്താൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ഇതിലെ പ്രിൻറ്റും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഗ്രീനിലേക്ക് ഈ ഒരു പ്രിൻറ്റ് വരുമ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റ് പോലെ ഇരിക്കുന്നുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഹോൾഡ് ചെയ്ത് വെക്കില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യുക. പിന്നെ ചില കസ്റ്റമേഴ്സ് ഉണ്ടാകും ചിലപ്പോൾ ജസ്റ്റ് എൻക്വയറി ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയട്ടെ. പക്ഷേ നമ്മൾ അങ്ങനെ വെച്ചാൽ നമുക്കിത് അടുത്ത ആൾക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഇത് ബാലൻസ് ആവും ചെയ്യും, എന്നാൽ അടുത്ത ആൾ ചോദിക്കുന്ന ആൾക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആരാണോ ഗൂഗിൾ പേ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അടുത്ത കളർ ബ്ലാക്കാണ്. ബ്ലാക്കിലും നല്ല ഭംഗിയുണ്ട് ഈ പ്രിൻ്റൊക്കെ വരുമ്പോൾ. ഇനിയിപ്പോൾ അടുത്തത് ഒരു പിനാഫോറാണ് കേട്ടോ. നല്ല എംബ്രോയ്ഡറി ത്രെഡ് വർക്കിലൊക്കെ പോയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു പിനാഫോറാണ്. അതാ നെക്കിൽ ഇങ്ങനെ ലേസും അതുപോലെ ഈ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നെക്കൊക്കെ. പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് XXL വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. XXL വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം. XL-കാർക്കും XXL-കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ ഇന്നറും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഇന്നറാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇന്നർ നല്ല സ്ട്രെച്ചബിളാണ്, ഫ്രീ സൈസാണ് കേട്ടോ. അത് കണ്ടില്ലേ, XXL വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്ട്രെച്ചബിളും ആണ്. പിന്നെ അഫോർ ഇങ്ങനെയാണ് വരുന്നത്. ഫുള്ളായിട്ട് എംബ്രോയ്ഡറിയാണ് കേട്ടോ, ത്രെഡ് എംബ്രോയ്ഡറിയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. സാധാരണ വേസ്റ്റിൻ്റെ അവിടെ ഒരു കട്ടിങ് വരുമ്പം നമുക്ക് കുറച്ച് കൂടുതൽ തടി തോന്നിക്കുന്നതായി തോന്നും. പക്ഷേ ഇത് കട്ടിങ് ഒന്നും ഇല്ലാണ്ട് നല്ല എയർലൈൻ പോലെ ഇതുപോലെ നല്ല ഫ്ലെയർ ആയിട്ട് താഴൊക്കെ നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. അതായത് നല്ല വിടുത്തിലാണ് പോയിട്ടുള്ളത്. പിന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്, ഇതാ കണ്ടല്ലോ, ലൈനിങ്ങും ഉണ്ട്. 57 വരെ ലെങ്ത്തും ഉണ്ട് കേട്ടോ. അപ്പം ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളുണ്ട് കേട്ടോ. ഈ ഒരൊറ്റ പീസാണ് നമ്മളെ കയ്യിലുള്ളത്, അതായത് ഈ ഒരൊറ്റ കളറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് പാർട്ടി വെയർ ആണ് കേട്ടോ. പേസ്റ്റൽ കളേഴ്സിൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സസാണ്. നിങ്ങൾക്കത് നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി മനസ്സിലാവുള്ളൂ. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. കാരണം പേസ്റ്റൽ കളറും അതിലേക്ക് വരുന്ന ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ
ഹാൻഡ് വർക്കിലാണ് വരുന്നത്. അത് നല്ല ഭംഗിയിൽ മാച്ചായി പോണ രീതിയിലാണ് വരുന്നത്. ഈ ഒരു പേസ്റ്റൽ കളേഴ്സിലേക്ക് മാച്ചായിട്ട് വരുന്ന ഇതാണ്. അപ്പോൾ ഫസ്റ്റ് കളർ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു പിസ്ത ഗ്രീനാണ്. ഇനിയിപ്പോൾ അടുത്തത് ഒരു ലാവൻഡർ കളറിലാണ് കേട്ടോ വരുന്നത്. അടുത്ത കളറ് ഒരു പേസ്റ്റൽ ലാവൻഡറാണ്. പിന്നെ എല്ലാത്തിൻ്റെയും പാൻറ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് പാൻറ്റാണ്, റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വേസ്റ്റ് വരുന്നത്. പാൻറ്റിൻ്റെ താഴെയായിട്ട് നമ്മൾ ചുരിദാറിലുള്ള സെയിം വർക്ക് കൊടുത്തിട്ടൊന്ന് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഓരോ കളേഴ്സായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ലാവൻഡർ കളറിൽ ഇതുപോലെയാണ് വർക്ക്, എല്ലാത്തിലും സെയിം ആണ്. പക്ഷേങ്കിൽ ഓരോ കളറിലേക്ക് വരുമ്പോഴും അതിൻ്റെ ഭംഗിയിൽ വ്യത്യാസമുള്ളതുപോലെയുണ്ട്. അതുപോലെ താഴെ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോഡി ഫുൾ ഓവറാൾ സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ തെറ്റത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വർക്ക്. പിന്നെ ഷോൾ നല്ല ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഷോളുണ്ട്. ഇതൊരു പുതിയ മെറ്റീരിയലാണ് കേട്ടോ, ഷിമ്മറല്ല ഇത്. പക്ഷേങ്കിൽ ഒരു പുതിയ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു മെറ്റീരിയലിലേക്ക് ഈ ഒരു വർക്ക് വരുമ്പം. അതുപോലെ ഇതിൻ്റെ കളേഴ്സും അടിപൊളിയാണ്. അടുത്ത കളർ കണ്ടോ, ഒരു പിങ്കാണ്, പേസ്റ്റൽ പിങ്കിലേക്കാണ് കേട്ടോ വരുന്നത്. പേസ്റ്റൽ ഒരു ഒനിയൻ പിങ്കിൻ്റെ പേസ്റ്റൽ കളറിലേക്കാണ് തോന്നുന്നുണ്ടല്ലേ വരുന്നത്. നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത ടൈപ്പ് കളേഴ്സ് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുണ്ട് വെയർ ചെയ്തിട്ട്. ഓരോ കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിലും സെയിം വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ വർക്ക് ഈ ഒരു കളറിലേക്ക് വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. ഡാർക്ക് കളേഴ്സിനാട്ടിക്കാളും ഈ ഒരു പേസ്റ്റൽ കളേഴ്സിലേക്ക് ഈ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ടോപ്പ് ലെങ്ത് വരുന്നത് 47 ആണ് കേട്ടോ. സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവാണ്. ഷോള് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ ഉണ്ട്. പിന്നെ സൈസ് വരുന്നത് XXL വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. XL XXLർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എല്ലാ ഡ്രസ്സിൻ്റെ ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ. ഇനിയിപ്പോൾ അടുത്ത കളറ് ഒരു പൗഡർ ബ്ലൂ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറും കാണാനായിട്ട്. ഇതൊക്കെ നമുക്ക് റെയറായിട്ട് കിട്ടുന്ന കളേഴ്സാണ്. പക്ഷേങ്കിൽ ഇട്ടാൽ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ഏത് സ്കിൻ ടോൺകാർക്കും മാച്ച് ആവുന്ന രീതിയിലുള്ള കളേഴ്സാണ് ഈ ഒരു 4 കളേഴ്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1995 രൂപയാണ് കേട്ടോ. ഹെവി പാർട്ടി വെയർ ആണ്. ആ ഒരു റേറ്റിന് ഈ ഹെവി പാർട്ടി വെയർ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വേർത്താണ് കേട്ടോ. അപ്പോൾ ഷോളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതിലേതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ മുന്നേ കാണിച്ചതോ ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇത് കാണിച്ച എല്ലാ ഡ്രസ്സും ഫ്രീ ഷിപ്പിങ്ങിലും കൂടിയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാൽ നമ്മുടെ ഓരോ വീഡിയോ ഇടുമ്പോഴും അതാത് സമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള മീഷോ പ്രൊഡക്ട്സിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം കുറച്ച് മീഷോ പ്രൊഡക്ട്സും കൂടി ഉണ്ട്, അതും കൂടി കണ്ടിട്ട് വന്നോളൂ. പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു സെറാമിക്കിൻ്റെ 4 ബൗൾ സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള 4 ബൗളുകളാണ്. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. നമുക്കൊരു സൂപ്പ് ബൗളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈസിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു എസ്തെറ്റിക് ലുക്കിലാണ് കേട്ടോ വരുന്നത്. ഇത് 4 ബൗളിനും 4 ഡിഫറെന്റ് പ്രിന്റുകളാണ് കേട്ടോ. പക്ഷെ എങ്കിൽ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് ഒരുപോലെ തോന്നും. കാരണം ഒരേ തീമില്, അതായത് ഒരേ കളറിൽ 4 പ്രിന്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും 4ലും നല്ല ഭംഗിയുള്ള 4 പ്രിന്റുകളാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള സെറാമിക്കിലാണ് വരുന്നത്. ഇതിന്റെ ഒരു ഉൾഭാഗമൊക്കെ കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ മീഷോയിൽ വാങ്ങിക്കുന്ന സമയത്ത് 676 രൂപയായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഇതിന്റെ മുന്നേ ഉള്ള ഓഫർ ടൈമിൽ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് ഞാൻ വാങ്ങിച്ച ടൈമിലുള്ള പ്രൈസിനെക്കാളും കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിച്ചപ്പോൾ 676 രൂപയായിരുന്നു കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. വാങ്ങിച്ചാൽ എന്തായാലും നഷ്ടം വരില്ല. നല്ല എന്താ പറയുക, നമ്മുടെ കിച്ചണിലൊക്കെ നല്ല ലുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള 4 ബൗളുകളാണ് നമ്മളിങ്ങോട്ട് ടേബിളിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇതുപോലുള്ള ബൗളിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു കുക്കിംഗ് പോട്ടാണ് കേട്ടോ. സ്റ്റീലിന്റെ കുക്കിംഗ് പോട്ട് ആണെങ്കിലും ഇത് ഈ ഒരു ലിഡും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സംഭവം നല്ല ഹെവി ഗ്ലാസ്സിലൊക്കെ ഇതുപോലെ സ്റ്റീലിന്റെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റിയിലാണ് ലിഡ് വരുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു പോട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിലാണ്. പക്ഷേങ്കിൽ നല്ല ഹെവി സ്റ്റീലല്ല, അതായത് നല്ല തിക്ക്
തിക്കായിട്ടുള്ള സ്റ്റീലല്ല. നമ്മൾ കുക്ക് ചെയ്യുമ്പം അടി നല്ല കട്ടിയുള്ള സ്റ്റീലാകുമ്പോഴല്ലേ കുക്ക് ചെയ്താല് നന്നായി വരുള്ളൂ. പക്ഷെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു സ്റ്റീലല്ല. കാരണം വെയിറ്റ്ലെസ് ആയുള്ള സ്റ്റീലാണ്, ഒരുപാട് വെയിറ്റ്ലെസ് അല്ല, പക്ഷെങ്കിൽ അടി തീരെ കട്ടിയില്ലാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ കേടാവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. നമുക്ക് സെർവിങ് ബൗളായിട്ട് അതല്ലാന്നുണ്ടെങ്കിലും ബോയിൽഡ് ഐറ്റംസ് ഒക്കെ അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു കുക്കിംഗ് പോട്ടാണ്. കുക്കിംഗ് പോട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം കുക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പം അങ്ങനെ വരുന്നൊരു എന്താ പറയാ, അങ്ങനെ വരുന്നൊരു പാത്രമാണ് കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതി. അപ്പൊ അതിന്റെ പ്രൈസ് 490 രൂപ വരുന്നത്. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമുക്കിത് സെർവിംഗ് ബോൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന 3 വരുന്ന സെറ്റാണ്. 3 സ്റ്റീലിലാണ് വരുന്നത്. 3 ഡിഫറെന്റ് സൈസിലാണ് വരുന്നത്. ഏറ്റവും ചെറുതാണ് ഞാനിപ്പോ ഈ എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി മീൻസ് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്ക് ചെയ്യാൻ പറ്റൂല, നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം അത്രയും നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ഇതുപോലെ ലിഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെർവ് ചെയ്യാനും അതുപോലെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന 3 ബൗളുകളാണ് കേട്ടോ. അപ്പൊ നേരത്തെ കാണിച്ചത് കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ്, പിന്നെ അതിന്റെ വലുതാണിത്, പിന്നെ ഏറ്റവും വലുതാണ് കേട്ടോ. അങ്ങനെ 3 ഡിഫറെന്റ് സൈസിൽ വരുന്ന 3 ബൗൾ സെറ്റാണ്. അപ്പം ഇതിന്റെ പ്രൈസ് 488 രൂപയാണ് കേട്ടോ. മീഷോയിൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, കാരണം ഞാൻ ഓഫർ ടൈമിൽ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇന്ന് കാണിക്കുന്നതെല്ലാം. അപ്പൊ ഞാൻ വാങ്ങിച്ചതിനേക്കാളും എന്തായാലും പ്രൈസ് കൂടുന്ന ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. നിങ്ങൾ ലൈക്ക് ചെയ്യും തോറും നമ്മുടെ വീഡിയോ ഒരുപാട് റീച്ചിലേക്ക് എത്താൻ അത് ഒരുപാട് സഹായിക്കും. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമുക്ക് നൂൽപുട്ടില്ലേ, അതായത് നമ്മുടെ നാട്ടിലേക്ക് നൂൽപുട്ട് പറയും, ചില നാട്ടിലേക്കൊക്കെ ഇടിയപ്പം എന്നാണല്ലേ പറയുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അതായത് നമുക്ക് സാധാരണ കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിച്ചെടുക്കുന്ന സംഭവമല്ല നൂൽപുട്ട് ഉണ്ടാക്കുകയല്ലേ. പക്ഷേ ഇത് അങ്ങനെ കേട്ടോ, ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എന്താ പറയാ ഇടിയപ്പം മേക്കറാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ താഴ്ഭാഗത്താണ് കേട്ടോ ഇതിന്റെ എന്താ പറയാ ആ ഒരു നൂൽപുട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളും അതുപോലെ അച്ചൊക്കെ അല്ലേ, അത് അവിടെ ഉണ്ട് വെക്കുക. അപ്പൊ ഇതിൻ്റെതാ 15 ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തത് കൊടുത്തിട്ടുള്ളത് നമുക്ക് പല ഷേപ്സിലുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മുറുക്കുണ്ടാക്കുന്നത്, അതുപോലെ ചിപ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള 15 ഷേപ്പേഴ്സ് ആണ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് ഇതിലേക്ക് വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇതിന്റെ യൂസേജ് എന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിട്ട് വെക്കാൻ ഇതുപോലെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത സമയത്ത് അവിടെ ഇവിടെ ആയി പോകുന്നില്ല കേട്ടോ. ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആണ്. ഇനിയിപ്പോ ഇതിന്റെ ഓപ്പണിങ് ഇതിന്റെ ഈ ഒരു നമ്മൾ പറയും നൂൽപുട്ടിന്റെ അച്ച് എന്നിട്ട്, അപ്പൊ ആ ഒരു അച്ച് എങ്ങനെ ഇടാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഏതച്ചാണോ വേണ്ടത് അത് അതിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ നൂൽപുട്ടിന്റെ ഒക്കെ സംഭവം ചെയ്യുമ്പോൾ തന്നെ കേട്ടോ. ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഇനിയിപ്പോ ഇതിന്റെ ഇതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതാ ഇങ്ങനെ ഒരു സംഭവമാണല്ലോ ഇത് കൊടുത്തിട്ട്. അപ്പൊ ഈ ഒരു ഇത് മുകളിലോട്ട് പോകണല്ലോ നമ്മൾ ഇതിലേക്ക് മാവ് ഇടുമ്പോ. അപ്പൊ ഇതാ ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് വലിച്ചാൽ മതി. അപ്പൊ അതങ്ങനെ മുകളിലേക്ക് പോയിക്കോളും. എന്നിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പം ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നോളൂട്ട്. അപ്പൊ നമ്മൾ സാധാരണ തിരിച്ചെടുക്കുമ്പോൾ ഭയങ്കര പ്രയാസമല്ലേ, കൈയൊക്കെ നന്നായിട്ട് വേദനിക്കും. പക്ഷെ ഇത് അടിപൊളിയാട്ടോ യൂസ് ചെയ്യാന്. കൈ വേദന ഇല്ലാതെ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ മടിയുള്ളവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മടിയാണ് ആ നൂൽപുട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ. ഒരുപാട് ടൈമും നമുക്ക് വേസ്റ്റ് ആവും, അതുപോലെ കൈയും ഭയങ്കര വേദന ആയിരിക്കും. പക്ഷേ ഇത് അടിപൊളിയായിട്ട് നമുക്ക് ടൈമും ഒരുപാട് ലാഭിക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കണ്ടല്ലോ മാവിട്ടിട്ടതാ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ അങ്ങനെ താഴോട്ട് വന്നോളൂ കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് നൂൽപുട്ട് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇനിയിപ്പം ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്
പിന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് മുകളിലോട്ട് വലിച്ചിട്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് മാവ് ഫില്ല് ചെയ്ത് കൊടുത്താൽ വേണ്ടിയിട്ട്. അപ്പൊ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് എന്തുകൊണ്ട്. അപ്പൊ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് 412 രൂപയായിരുന്നു കേട്ടോ. അപ്പൊ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, വാങ്ങിച്ചോളൂ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണേ മുന്നേ എന്തായാലും നമുക്ക് വേർത്താവുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പോൾ ഇന്നത്തെ എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.